സുഖമായിരിക്കുന്നു എല്ലാവരും. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്? നോ മാം. കഴിച്ചില്ല? എന്ത് പറ്റി? ഇന്ന് ഫാസ്റ്റിംഗ് ആ മിസ്സേ. ഇന്ന് നമ്മുടെ അമ്പലത്തില് ഇത് പരിപാടി ആയതുകൊണ്ട്. ഏതമ്പലം? നമ്മളിവിടെ വാളാട് മാം, വയനാട്ടില്. വയനാട്ടില്. അപ്പൊ ഭക്ഷണം കഴിക്കില്ല? മോർണിംഗ് മാം. ഒരു നേരം കഴിക്കുള്ളൂ മാം, ഉച്ചയ്ക്ക് മാത്രം. ഓക്കെ. മോർണിംഗ്. എന്റെ ഗ്രാജുവേഷന്റെ ഫോട്ടോസും വീഡിയോസും കണ്ടിരുന്നോ നിങ്ങള്? കണ്ടിരുന്നു മാം. ഹലോ, എന്ത് തോന്നി കണ്ടിട്ട്? നമുക്കും അതുപോലെ. നിങ്ങൾക്കും ഉണ്ട്. സമയം എടുക്കും അല്ലെ? നിങ്ങൾക്ക് തുടങ്ങിയിട്ടുള്ളൂ. എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ്? ഡിസംബർ 31. ഡിസംബർ. സെപ്റ്റംബർ ആവുമ്പോഴേക്കും ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മളെല്ലാരും അങ്ങോട്ട് വരണല്ലേ മിസ്സേ? എല്ലാവരും ഇങ്ങോട്ട് വരണം. എവിടെയാണെങ്കിലും വരണം. ഓക്കെ. നമ്മുടെ കൂട്ടത്തിൽ അബ്രോഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? പുറത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ട് മാം. ഓഫ്ലൈനാ ക്ലാസ് ഉണ്ട്, ഒരു ജോബി. ആരോ ഒരാളുണ്ട് ഓഫ്ലൈനിലാണ് ക്ലാസ് കൂടുന്നത്. ഇടയ്ക്ക് ഗ്രൂപ്പിൽ പറയുന്നത് കേട്ടിരുന്നു. ജിബി എന്ന് പറയുന്ന കുട്ടിയാ, ഗൾഫിലാ. എംടിയിൽ കുറെ പേര് അബ്രോഡ് ഉള്ളവരുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം കുറച്ചുപേര് എത്തിയായിരുന്നു. അത് എംടിയിലല്ല, എച്ചിയുടെ ബാച്ചില്. അല്ലാതെ എംടി 8 ഉണ്ട്. കുറെ പേര് പുറത്താണ്. പിന്നെ എംടി 6 കുറച്ചുപേര് പുറത്തുണ്ട്. നോക്കാം, നിങ്ങൾക്ക് വരാൻ പറ്റുന്ന അന്നത്തെ ദിവസം എത്തിച്ചേരാൻ പറ്റുന്നതാണെങ്കിൽ അന്ന് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അത്രേ ഉള്ളൂ. മാക്സിമം ആഗ്രഹിക്കാം ആ ഒരു ദിവസം അല്ലെ, ഒരു അച്ചീവ്മെന്റ് ഡേ അല്ലേ അന്നത്തെ. ആ ഡേ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. യെസ് മാം, അത് മിസ്സാക്കരുത് ഒരിക്കലും. ഇറ്റ് ഈസ് എ പ്രൗഡ് മൊമെന്റ് മാം. നമുക്ക് എന്തോ അത് ഒരിക്കലും നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല മാം. ഇറ്റ് ഈസ് എ പ്രൗഡ് മൊമെന്റ് എന്ന് പറയാം. പാരന്റ്സ് ഡേ മറ്റെല്ലാവരും മുമ്പിൽ നമുക്ക് വളരെയധികം പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ് ആണ്. അത് ശരിക്കും അനുഭവിച്ചു തന്നെ അറിയണം. നിങ്ങൾ കണ്ടില്ല വീഡിയോസിൽ ആ കുട്ടികളുടെയൊക്കെ ആ ഒരു സന്തോഷം നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഒരു കുട്ടി സർട്ടിഫിക്കറ്റ് ആയിട്ട് വാങ്ങിയത് അതിന്റെ കുഞ്ഞു കുട്ടികളാണ്. ഒരാളെ തീരെ കുഞ്ഞും, പിന്നുള്ളൊരു കുഞ്ഞ് 1.5 വയസ്സ്, അത്രേ ഉള്ളൂ. ഒരു 2 പേര് ഒരാളെ തോളിൽ എടുത്തിട്ട് ഒരാളെ കയ്യിൽ വെച്ചിട്ടാണ് സ്റ്റേജിൽ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയത്. വളരെ നല്ലൊരു മൊമെന്റ് ആയിരുന്നു. വളരെ സന്തോഷം തോന്നി. പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത്. അവർക്കൊന്നും അറിയില്ല എന്താണ് കാര്യം. പക്ഷെ ആ സമയത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ മറ്റേ പൂക്കുറ്റി എന്ന് പറയില്ലേ നമ്മള്, ഇങ്ങനെ ആ ലൈറ്റ് മേശപ്പ് കൊടുക്കുന്ന പോലെ, അതിങ്ങനെ വന്നപ്പോഴേക്കും പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി. ഫുൾ വീഡിയോസ് കണ്ടിരുന്നോ? കണ്ടായിരുന്നു മാം. ഓക്കെ, പ്രെയർ ആരാണ്? അഞ്ജു രാകേഷ് ആണ്. എന്താ കാര്യം? ക്ലിയർ അല്ല കേട്ടോ നിങ്ങൾ ഒന്നും പറയുന്നത്. ടീച്ചർ ഞാനാണ്. പഠിച്ചോളൂ. Everything I am, everything I am, everything I be, everything I read,
I gave it to you, Lord. I gave it to you, Lord, and do it thankfully, thankfully. Everything I have, are you given me? Are you given me? I give it to you, Lord. I gave it to you, Lord, and do it thankfully, thankfully. Every song I sing, every praise I bring, everything I do is a gift to you. Is a gift to you. Is a gift to you. Okay. Next. Dr. Lindsay. Yes, ma'am. Good morning, ma'am, and good morning to all my dear friends. I'm Lindsay. Today's thought is life and time are the world's best teachers. Life teaches us to make good use of time, and time teaches us the value of life. I repeat my thought. Life and time are the world's best teachers. Life teaches us to make good use of time, and time teaches us the value of life. Said by Dr. APJ Abdul Kalam. Thank you and have a nice day. Training Arunima. Good morning, ma'am. Welcome to our own class program, ma'am. We are excited to learning journey with you, ma'am. We are delighted to have you join us as our instructor for taking time to guide us through this online learning journey. Let's start with a story. The bee and bird. Once the bird asked the bee, "You're preparing honey with a great effort, but humans steal your honey. Don't you feel sad?" The bee replied, "No, never. A man can steal my honey, but not my art of making honey." Moral of the story. Always believe in yourself. You have to believe in yourself when no one else does. Thank you. This is signing by Arunima Shrita. Have a great day. Okay, very good. Very good morning to all. Good morning. Good morning, ma'am. Today we are studying about factors that influence emotional development. എവിടെ വരെ പറഞ്ഞു നമ്മള്? through social atmosphere. Atmosphere. Yes, okay. അത് കംപ്ലീറ്റ് ചെയ്തോ? അത് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നിങ്ങളോട് നോക്കിയിട്ട് വരാൻ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ വായിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഓക്കെ. അപ്പൊ അടുത്ത ഫാക്ടർ ആണ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ആണ് എന്ത്? പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ആരാണ് പിയർ ഗ്രൂപ്പ്? സെയിം ഏജിലുള്ള Individual share similar characteristics of interest സെയിം or റാങ്കിലുള്ള experience, ആൾക്കാർ. similar age, status or background. സിമിലർ റേഞ്ചസിലുള്ളവർ അല്ലേ? അതായത് സമപ്രായക്കാരെന്ന് നമ്മൾ പറയും. ഓക്കെ. എന്താ പിയർ ഗ്രൂപ്പ്സിന്റെ പ്രത്യേകത? എന്തായിരിക്കാം? Similar in age, grade level or position, common interest, hobbies, activities അതുപോലെ. കോമൺ ഇൻട്രസ്റ്റ് ഒക്കെ ഒരേപോലെ ആയിരിക്കും, ഓപ്ഷൻസ് ഒരേപോലെ ആയിരിക്കും. സോഷ്യൽ എക്കണോമിക്കും പിന്നെ അതിന്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇതായിരിക്കും. ഞാൻ വായിക്കാം. Peer group. The peer group relationships paves way for social development of the child and thereby his emotional development. The more social the child is, the more emotionally adjustable he will prove. Socially discarded and maladjusted children always face difficult emotion problems. Okay. അപ്പോ പിയർ ഗ്രൂപ്പ്സ് ഒരേ സെയിം ഏജ് ആയിട്ടുള്ള കുട്ടികള് അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ എന്താണ് ഒരു കുട്ടിയുടെ ഇമോഷൻസിനെ അതേ സെയിം ഏജ് ഉള്ള കുട്ടികള്, അതായത് നമ്മള് ഇപ്പൊ കുട്ടികളെ നോക്കണ്ട, നിങ്ങളെ തന്നെ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നിങ്ങളുടെ സെയിം ഫ്രണ്ട്സ്, നിങ്ങളുടെ അതേ ഏജ് കാറ്റഗറി ഉള്ള ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അവര് എന്ന് പറഞ്ഞേ? നല്ല ഫ്രണ്ട്ലിയായിരിക്കും അവര്. എല്ലാ കാര്യങ്ങളും അവരോട് നമ്മൾ ഷെയർ ചെയ്യും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഷെയർ ചെയ്യുമ്പോൾ നല്ലൊരു സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും അല്ലേ?
നല്ല രീതിയിൽ സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും. എല്ലാ കാര്യത്തിലും അവർ എന്തുണ്ടായിരിക്കും, നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരേ ബാലൻസ്ഡ് ഇമോഷൻസ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ദെൻ ഒരേ ഇഷ്ടങ്ങളായിരിക്കാം, ഒരേ ഇൻട്രസ്റ്റുകള്, പിന്നെ അതുപോലെ തന്നെ ഒരേ ടേസ്റ്റ്, ഒരേ ഫീലിങ്സ് എല്ലാം ഏകദേശം എന്താണ്, ഏകദേശം എന്നല്ല ഒരേപോലെ തന്നെ ആയിരിക്കും. നമ്മൾ എന്ത് വിചാരിക്കുന്നു, എന്ത് തിങ്ക് ചെയ്യുന്നു അതൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെ. ഒരു ബോണ്ടിങ് ഉണ്ടാവും അല്ലെ. പിയർ ഗ്രൂപ്പ്സ് എന്നുള്ളത് ഒരേ പ്രായത്തിലുള്ള കാറ്റഗറീസ്, നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഫ്രണ്ട്സ് അല്ലെ, ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് എന്തായിരിക്കും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോണ്ടിങ് ആയിരിക്കുള്ളൂ അല്ലെ. ഒരു പ്രത്യേക തരത്തിലുള്ള ഇഷ്ടമാണ് നമുക്ക് അവരോട് രൂപപ്പെടുന്നത്. അത് പ്രത്യേക തരം ഒരു ഇമോഷനാണ്. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എന്താണ് ആ ഫ്രണ്ടിനോട് തോന്നുന്ന ആ ഒരു പ്രത്യേക ഇമോഷൻ. ഓക്കെ, അപ്പൊ അതെന്താണ്, നമുക്കത് നിർവചിക്കാൻ കഴിയില്ല. അതിന് പ്രത്യേകമായ ഒരു ഡെഫിനേഷൻ ഒന്നും കണ്ടെത്താൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ആ ഫീലിങ്സ് നമുക്ക് അങ്ങനെ വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഒരാളുടെ ലൈഫിൽ അവരുടെ സമപ്രായത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ പിയർ ഗ്രൂപ്പ് ഏജിലുള്ള അതേ കാറ്റഗറി ഫ്രണ്ട്സ് എന്താണ് അവരുടെ ഇമോഷൻസിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. The peer group relationship spurs way for social development of the child, thereby his emotional developments. എന്താണ് പേഴ്സ് എന്ന് പറഞ്ഞാൽ നടപ്പാത എന്ന് പറയാം കേട്ടോ. അതായത് വഴി എന്നുള്ളൊരു മീനിങ് ആണ് നടപ്പാത. അപ്പൊ ഇറ്റ്സ് മീനിങ് നടപ്പാത. Peer group relationship paves way for social development of the child and thereby his emotional development. The more social child is more emotionally adjustable. അതായത് ഒരു കുട്ടി വളരെയധികം സോഷ്യലി കാര്യങ്ങൾ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഒരുപാട് ഇടപെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഇമോഷണൽ എങ്ങനെയായിരിക്കും? അതായത് ഒരൊറ്റയ്ക്കല്ല, കൂടെ ഒരേ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും. അവരുടെ കൂടെ സോഷ്യൽ ആക്ടിവിറ്റീസിലോ മറ്റ് കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു സമയത്ത് ഏത് തരത്തിലുള്ള ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും കുട്ടികൾ ഉണ്ടായിരിക്കുന്നത്? കുട്ടികള് ഇമോഷണൽ അഡ്ജസ്റ്റബിൾ ആയിരിക്കും അല്ലെ. ആ ഒരു സൊസൈറ്റിനോട് അവർ എന്തും സ്വീകരിക്കാനുള്ള ഒരു മനോഭാവത്തിലായിരിക്കും ആ കുട്ടികൾ അവിടെ വർക്ക് ചെയ്യുന്നത്. എന്ത് ആക്ടിവിറ്റി ചെയ്യാനാണെങ്കിലും സോഷ്യലി അവർ എങ്ങനെയായിരിക്കും? അഡ്ജസ്റ്റബിൾ ആയിരിക്കും, ഇമോഷണലി അഡ്ജസ്റ്റബിൾ ആയിരിക്കും. He will prove, അത് അവർക്ക് തെളിയിക്കാനും സാധിക്കും. ദെൻ സോഷ്യലി ഡിസ്കാർഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിലോ, അതായത് സമൂഹത്തിൽ നിന്ന് പിൻവലിഞ്ഞു നിൽക്കുന്ന കുട്ടികളാണെങ്കിലോ എങ്ങനെയായിരിക്കും? സോഷ്യലി ഡിസ്കാർഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളുടെ ഒരു ഇമോഷണലി വീക്ക് ആയിരിക്കും. യെസ്, ഇമോഷണലി ആയിരിക്കും. അതായത് സോഷ്യലി ചിൽഡ്രൻ ഓൾവേസ് ഫേസ് ഡിഫിക്കൽട്ട് ഇമോഷണൽ പ്രോബ്ലംസ്. അതായത് സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കുട്ടികൾക്ക് എന്താണ് ഇമോഷണൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. അവർക്ക് ഒരു പ്രോബ്ലംസ് എന്താണ് വളരെയധികം പെട്ടെന്നൊന്നും സൊല്യൂഷൻ ഒന്നും കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കില്ല. എല്ലാത്തിനും എന്തായിരിക്കും? ഭയമായിരിക്കുള്ളൂ. കുട്ടികൾക്ക് അവരെന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വളരെയധികം കൺഫ്യൂഷൻസ് വരും. ഒരുപാട് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ അവരെ കടന്നു പോകേണ്ടി വരും. എങ്ങനെയുള്ള കുട്ടികള്? സോഷ്യലി ഡിസ്കാർഡഡ് ആയിട്ടുള്ള കുട്ടികള് അല്ലെ. അതായത് സമൂഹത്തിൽ നിന്നും പിൻവലിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്ന മാറി നിൽക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. ഓക്കെ, ദെൻ സോഷ്യലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കുട്ടികൾ. സോഷ്യലി അഡ്ജസ്റ്റബിൾ ആയിട്ടെന്ന് പറയുമ്പോൾ ഒരൊറ്റ കുട്ടിയായിരിക്കും ഉണ്ടായിരിക്കുക? ഇല്ല, ഒരു കൂട്ടം കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരിക്കും. അത് വലിയവരുണ്ടാവും, ചെറിയവരുണ്ടാവും, ഒരേ പ്രായത്തിലുള്ളവരുണ്ടാവും. ആ ഒരു കൂട്ടത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് എന്താണ് എല്ലാവർക്കും പല പല വികാരങ്ങളാണ്. പക്ഷെ സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് എല്ലാവരും എന്താണ് ഒരേ വികാരത്തോടെ ആക്ടിവിറ്റിയിലേക്ക് ഏർപ്പെടാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പൊ അവിടെ എന്ത് നടക്കുന്നു? ഇമോഷണലി അവർ അഡ്ജസ്റ്റബിൾ ആകണം അല്ലെ. ഓരോ കുട്ടികളും എന്താണ് ഇമോഷണലി എല്ലാ വികാരങ്ങളിലേക്കും എന്താണ് അഡ്ജസ്റ്റഡ് ആയിട്ട് ആ സൊസൈറ്റിനോട് ബിഹേവ് ചെയ്യുന്നു. നേരെ മറിച്ച് സോഷ്യലി ഡിസ്കാർഡഡ് ആയിട്ടുള്ള കുട്ടികളുടെ എന്ത് സംഭവിക്കുന്നു? അവർക്ക് ഇമോഷണൽ പ്രോബ്ലംസ് നേരിടേണ്ടി വരുന്നു. മാലഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ആവുന്നു. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്തൊരു പേഴ്സണാലിറ്റി ആയിട്ട് അവർ മാറും. അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണം, എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ആ കുട്ടികൾ എത്തിച്ചേരുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് നല്ലത്? എങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ടത്? അങ്ങനെയുള്ള കുട്ടികളായിരിക്കണം സോഷ്യബിൾ ആയിരിക്കണോ അല്ലെങ്കിൽ സോഷ്യലി ഡിസ്കാർഡഡ് ആയിരിക്കണോ? സോഷ്യബിൾ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ്? സോഷ്യബിൾ ആണ്. യെസ്, നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ്?
അങ്ങനെ ആയി വരുന്നുള്ളൂ അല്ലെ? അങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേടി കൊണ്ടോ മാറി നിൽക്കുവാണെങ്കിൽ അങ്ങനെ ആ ഒരു പേടി നിങ്ങളാണത് മാറ്റി കൊടുക്കേണ്ടത് കേട്ടോ. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനല്ല, വീട്ടിൽ തന്നെ പരസ്പരം വീട്ടിൽ തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് നിങ്ങളാണ് അവർക്ക് ഒരു അവസരം കൊടുക്കേണ്ടത്. അവിടെ നിന്നാണ് ആദ്യത്തെ പേടി മാറ്റിയെടുക്കേണ്ടത്. പിന്നീട് അങ്ങോട്ട് അവർ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതൊക്കെ മാറി മാറി വന്നോളും. അത് നിങ്ങൾ ഫാമിലി എന്താണ് കൊടുക്കേണ്ടത്? പാരന്റ്സ് എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കണം. അവർക്ക് വളരെയധികം കോൺഫിഡൻസ് കൊടുക്കുക. കുഞ്ഞു കുട്ടികളായിക്കോട്ടെ, 1 വയസ്സായിക്കോട്ടെ, 2 വയസ്സായിക്കോട്ടെ, ഇപ്പോഴേ നമ്മൾ എന്താണ് ഓരോ കാര്യങ്ങൾക്ക് അവർക്ക് എന്താണ് ഒരു സപ്പോർട്ട് കൊടുക്കുക. അതായത് എന്തും ചെയ്യാം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, പക്ഷെ അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കാന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അപ്പൊ മോർ സോഷ്യബിൾ ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറ്റുകയാണ് വേണ്ടത്. അല്ലാതെ ഇതിനുള്ളിൽ ഒതുങ്ങിക്കൊള്ളുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഒരിക്കലും കുട്ടികളെ എത്തിച്ചേർക്കരുത്. ഓക്കെ. എന്റെ മോന് കൊറോണ ടൈമിലാണ് ജനിച്ചത്. കൊറോണയുടെ ആ ഒരു പീക്ക് സ്റ്റേജില്ലേ, ആ ഒരു ടൈമിലാണ് കൊറോണ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ടൈമിലാണ് അവൻ ജനിച്ചത്. അപ്പൊ അവൻ ജനിച്ചതിന്റെ ശേഷം ഫുൾ നമ്മൾ പുറത്തേക്ക് പോകുന്ന പരിപാടി കംപ്ലീറ്റ് ഒഴിവാക്കി. ആകെ പിന്നെ വാക്സിൻ എടുക്കാൻ മാത്രം ഒന്ന് പോകും വരും എന്നല്ലാണ്ട്. പക്ഷേങ്കിൽ പിന്നെ ആ ഒരു ടൈം കുറച്ച് കുറഞ്ഞ് വന്നപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരാളെ കാണാൻ പറ്റില്ല, എവിടെ ഇറങ്ങി പറ്റുന്നില്ല, അങ്ങനെയാണോ പറയുന്നത്? പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും കാണുമ്പോൾ പേടി, വണ്ടികൾ കാണുമ്പോൾ പേടി, ഭയങ്കര ബുദ്ധിമുട്ട്. പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും പോവാനേ പേടിയായിരുന്നു. കാരണം ആരും ഇല്ലാതെ പോകുമ്പോൾ ഭയങ്കര ഒറ്റയ്ക്ക് കരച്ചിലും ബഹളവും. പക്ഷെ എനിക്കൊന്നൊരു 1 ഇയറിന്റെ അടുത്ത് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് കൂട്ടി ആൾക്കാരെ കാണിച്ച് പക്ഷെ ഇപ്പം ബെറ്റർ ആണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട് ആള്? ഇപ്പൊ ഓക്കെയാ. ഇപ്പൊ എവിടെയെങ്കിലും ചെന്നാൽ ആദ്യം വീട്ടിൽ കയറും, പിന്നെ അടുക്കളയിലേക്കൊക്കെ പോകണം, എല്ലാ ഭാഗവും കാണണം. അതൊക്കെ ഇപ്പൊ ഓക്കെ. ഇപ്പൊ എല്ലാ സ്ഥലവും ഒരു വീട്ടിൽ കൂടുതലൊക്കെ പോവുകയാണെങ്കിൽ, ഹൗസ് വാമിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അടുക്കളയൊക്കെ നോക്കിയിട്ട് വരാം അമ്മേന്ന് തന്നെ വിളിച്ചോണ്ട് പോകും. മാറ്റിയെടുത്താൽ മതി കേട്ടോ. കുറെ കഷ്ടപ്പെട്ടു, പക്ഷെ ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ആള് ഭയങ്കര കമ്പനി, എല്ലാത്തും അങ്ങോട്ട് ഓടി കളിക്കും. പക്ഷെ ആ ഒരു ടൈം ആയതുകൊണ്ട് 1-2 വർഷം വല്ലാണ്ട് ബുദ്ധിമുട്ടി. പക്ഷെ ഞങ്ങൾ എവിടെയും പോക്ക് നിർത്തിയില്ല. ഇങ്ങനെ ഓരോ സ്ഥലത്ത് എവിടെ പോകുമ്പോഴും അവനിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും അവന് പതുക്കനെ കൂട്ടി ആൾക്കാരെ കാണിച്ച്, കടകളൊക്കെ കാണിച്ച്, ഓരോ ഷോപ്പൊക്കെ കാണിച്ച്, വണ്ടിയൊക്കെ കാണിച്ച് സെറ്റാക്കി ഇപ്പൊ ശരിയായി. ഓക്കെ, അപ്പൊ ആള് സോഷ്യലി ഡിസ്കാർഡഡ് ആയിരുന്നു, ഇപ്പൊ സോഷ്യബിൾ ആയി വരുന്നു അല്ലേ? അതെ. നെക്സ്റ്റ് വരുന്ന ഫാക്ടർ ആണ് എന്താ? കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. നമ്മളുടെ ഓരോരുത്തരെയും, നമ്മുടെ കുട്ടികളുടെ ഇമോഷണൽ അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളെ ഈ കമ്മ്യൂണിറ്റിയും നൈബർഹുഡ് എന്താണ്? നൈബർഹുഡ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഇത് സ്വാധീനിക്കുന്നുണ്ടോ? അവരുടെ ഇമോഷൻസിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഇതിൽ നോക്കാതെ ഇത് പറഞ്ഞേ. സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നല്ലതായിട്ടാണോ ചീത്തയായിട്ടാണോ? അത് രണ്ടും ഉണ്ടാവും. രണ്ടുണ്ടാവും. നല്ലതായിട്ടുണ്ടാവും, പൊട്ടയായിട്ടുള്ളതുണ്ടാവും. നന്നായിട്ടുണ്ടാവും, മോശമായിട്ടും അത് നമുക്ക് വരാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഞാൻ പേര് വിളിക്കുന്ന ആളൊക്കെ വായിച്ചേ. ജീന വർഗീസ്. ജീന. Yes, ma'am. ജീന. Bye, ma'am. The community and neighborhood. The child picks up so many traits of his emotional behavior from his premises. The brave community is sure to give birth to fearless and courageous children, whereas children grown in an emotionally polarized community exhibit emotional instability and emotional susceptibility. നെക്സ്റ്റ് ഞാൻ പറയുന്ന ആള് വായിക്കണം കേട്ടോ. അശ്വതി സുധീർ ഉണ്ടോ? അശ്വതി സുധീർ. യെസ് മാം. വായിക്കൂ. ഇപ്പൊ വായിച്ച കണ്ടന്റ് തന്നെയാണോ മാം, അതോ അടുത്ത സെക്ഷൻ? അതെ. The community and neighborhood. The child picks up so many traits of his emotional behavior from his premises.
The brave community is sure to give birth to fearless and courageous children, whereas children grown in an emotionally polarized community exhibit emotional instability and emotional susceptibility. ഓക്കെ, ഉഷ വേണു ഒന്ന് വായിക്കൂ. ഉഷ ഉഷ ഉണ്ടോ? ഉഷ വേണു. വന്ദന ശ്രീലാൽ. വന്ദന ശ്രീലാൽ Yes, ma'am. വായിക്കൂ. The community and a neighborhood. The child picks up so many traits of his emotional behavior from his premises. The brave community is sure to give birth to fearless and courageous children, whereas children grown in an emotionally polarized community exhibit emotional instability and emotional susceptibility. ഓക്കെ, യെസ്. എന്താണ് കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്? എങ്ങനെയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട് ഒരാളുടെ ഇമോഷൻസിനെ? ചൈൽഡ് പിക്സ് അപ്പ് സോ മെനി ട്രേറ്റ്സ് ഓഫ് ഹിസ് ഇമോഷണൽ ബിഹേവിയർ ഫ്രം ഹിസ് പ്രിമൈസസ്. എന്താണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചുറ്റുപാടുള്ള പ്രിമൈസസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവന്റെ പരിസരമാണ് അല്ലെ. പ്രിമൈസസ് മീൻസ് അവന്റെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ പരിസ്ഥിതി, ചുറ്റുപാട് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അവന് ചുറ്റുമുള്ള കാര്യങ്ങള്, അതായത് അവന് ചുറ്റുമുള്ള തൊട്ടടുത്ത കാര്യങ്ങളെല്ലാം തന്നെ കുഞ്ഞെന്താണ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒബ്സർവ് ചെയ്യുന്നതിന് കൃത്യമായിട്ട് കുഞ്ഞെന്താണ് നോക്കി കാണുന്നുണ്ട്. ദെൻ അതിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ചിലപ്പോ അതിൽ നല്ല കാര്യങ്ങൾ കുട്ടി ചിലപ്പോ എന്താണ് കുട്ടി അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ ചില കാര്യങ്ങൾ എന്താണ് കുഞ്ഞ് വിട്ട് കളയുകയും ചെയ്യുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നുണ്ട്. അപ്പൊ നല്ലതും കുട്ടി ഏറ്റെടുക്കുന്നുണ്ട്, എന്താണ് നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് പിക്ക് ചെയ്യുന്നുണ്ട്. ദെൻ മോശമായതുകൾ കുഞ്ഞിന് മനസ്സിലാവുന്നതിനനുസരിച്ച് എന്താണ് വിട്ട് കളയാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി കുട്ടികൾക്ക്, ഒരുവിധം മുതിർന്ന കുട്ടികൾക്ക് അത് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എന്നിരുന്നാലും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചുറ്റുപാട് അവന്റെ ബിഹേവിയറിനെ അല്ലെങ്കിൽ അവന്റെ ഇമോഷൻസിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, the brave community is sure to give birth to fearless and courageous children. വളരെ ബ്രേവ് ആയിട്ടുള്ള, വളരെ ബ്രേവ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേവ് ധൈര്യമാണ്, അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ അല്ലെ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ എന്താണ് കുട്ടികൾ എങ്ങനെയുള്ള ഒരു കുട്ടികളായിട്ടായിരിക്കും അവർ വളർന്നു വരുന്നത്? ഫിയർലെസ് ആൻഡ് കറേജസ് ചിൽഡ്രൻ ആയിരിക്കും. ഫിയർലെസ് എന്ന് വെച്ചാൽ എന്താ? ഫിയർലെസ് പേടിയില്ലാത്ത കുട്ടികളും, അതുപോലെ തന്നെ എന്താണ് കറേജസ്? കറേജസ് എന്ന് വെച്ചാൽ എന്താ? ധൈര്യമുള്ള, ധീരന്മാരായെന്നുള്ള ഒരു മീനിങ് അല്ലെ. അതായത് ഭയമില്ല, ധീരന്മാരായിട്ടുള്ള കുട്ടികളായിട്ട് ബ്രേവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അവർ അതേപോലെ ആയിരിക്കും വളർന്നു വരുന്നത്. പക്ഷെ whereas children grown in the emotionally polarized community, ഇമോഷണലി പോളറൈസ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകാരികമായിട്ട് ഒറ്റപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു മോശം സിറ്റുവേഷൻ ആണ്, മോശമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇമോഷണൽ പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ട എന്നൊരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ, ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ധ്രുവീകരിക്കപ്പെട്ട എന്നല്ലെങ്കിൽ ആ ഒരു മീനിങ്ങിലാണ്. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ആണ്. അതായത് മറ്റുള്ളവർ സംസാരിക്കുന്നില്ല, മറ്റു ആക്ടിവിറ്റീസിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്നൊരു പേര് മാത്രം. അവിടെ വേറെ ആക്ടിവിറ്റീസോ മറ്റ് എന്താണ് കമ്മ്യൂണിക്കേഷൻസോ ഒരു കാര്യങ്ങളും തന്നെ അവിടെ നടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളരുന്ന കുട്ടികളാണെങ്കിൽ എന്തായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്? എക്സിബിറ്റ് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ആൻഡ് ഇമോഷണൽ സസെപ്റ്റിബിലിറ്റി. അങ്ങനെ ഇമോഷണലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ വളരുന്ന കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്? ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുന്നു. വികാരങ്ങള് ഇൻസ്റ്റേബിൾ ആകുന്നു അല്ലെ, സ്ഥിരമായിട്ട്. ഇൻസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥിരമായിട്ട്, സ്ഥിരമല്ലാതിരിക്കുന്നു അല്ലെ. ഇമോഷൻസ് ഒന്നും അവർക്ക് കൺട്രോൾ ചെയ്യാനോ ആ ഒരു കപ്പാസിറ്റി പോലും കുട്ടികൾക്ക് ഉണ്ടായിരിക്കില്ല. ദെൻ ആൻഡ് ഇമോഷണൽ സസെപ്റ്റിബിലിറ്റി. സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സംവേദനക്ഷമത. സംവേദനക്ഷമത എന്ന മീനിങ് അർത്ഥം എന്താണ്? സംവേദനക്ഷമത എന്ന് വെച്ചാല് എന്താണ് അഞ്ജു? ഏകീകരിക്കാനുള്ളതാണ്. എന്താണ്? ക്ലിയർ ആയില്ല. ഏകീകരിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാന്നുള്ള ഒരു മീനിങ്, അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. അതായത് സമൂഹം വൈകാരികമായിട്ട് തളർന്ന ഒരു
കമ്മ്യൂണിറ്റി ആണെങ്കിൽ, കമ്മ്യൂണിറ്റി വൈകാരികമായിട്ട് പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവിടെ കുട്ടികളുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും? ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും, ഇമോഷൻസ് അസ്ഥിരമായിരിക്കും അല്ലെ. അതുപോലെ തന്നെ എന്താണ്, അവരെപ്പോഴും ഇമോഷണലി സബ്സെപ്റ്റബിൾ, അവരുടെ വികാരങ്ങൾ അവർക്ക് എന്താണ് ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി ആ കുട്ടികൾക്ക്, അത് സംവേദനക്ഷമത എന്ന് പറഞ്ഞാൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ കുട്ടികൾക്ക് ഇല്ലാതെ വരും. ബ്രേവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? കുട്ടികളെ ഫിയർലെസ് ആയിരിക്കും, കറേജസ് ചിൽഡ്രൻ ആയിട്ടായിരിക്കും വളരുന്നത്. നേരെ മറിച്ച് ഇമോഷണലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ കുട്ടികൾക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു? ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റീസും ഇമോഷണൽ സബ്സെപ്റ്റബിലിറ്റീസും അങ്ങനെയുള്ള ഒരു കപ്പാസിറ്റിയിലൂടെ ആയിരിക്കും കുട്ടികൾ വളർന്നു വരുന്നത്. എന്തായാലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള ഒരു യാതൊരുവിധ ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ബാലൻസും ആ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല. എങ്ങനെയുള്ള സമൂഹത്തിൽ വളരുന്ന കുട്ടികളാണ്, എങ്ങനെയുള്ള കുട്ടികളാണ് പറഞ്ഞത്? Emotionally polarized community. വളരുന്ന കുട്ടികൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചുറ്റുപാട്, പ്രധാനമായിട്ട് അവന്റെ കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ അവന്റെ തൊട്ടടുത്തുള്ള, അതായത് ഇപ്പൊ നൈബർഹുഡ്, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ചില നൈബർഹുഡിലെ ചില തൊട്ടയൽപക്കത്തെ വീട്ടിലെ മുതിർന്ന ആളായിരിക്കാം. ഇപ്പൊ കുട്ടികൾ ഇപ്പൊ ചിലപ്പോൾ ഒരു നല്ല ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ, നല്ല ചിത്രം നല്ല ഭംഗിയായിട്ട് പിന്നെ വരച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആള് ചിലപ്പോൾ തൊട്ടടുത്ത് മതിലിന്റെ അടുത്തുനിന്നോ ഗേറ്റിന്റെ അടുത്തുനിന്നോ നോക്കിയിട്ടൊന്നും ചിലപ്പോ ഒരു കളിയാക്കൽ മതി അല്ലെ, ആ കുഞ്ഞ് ആകെ വീക്കായി പോകും. നീ ഇതാണോ വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ എന്ത് കൊള്ളാതെ എല്ലാരും വരയ്ക്കുന്നല്ലേ എന്ന് പറയുമ്പോ കുട്ടിക്ക് എന്താ തോന്നുന്ന? ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു വിഷമമായിരിക്കും തോന്നുന്നു അല്ലെ. ഇത്രയും നന്നായിട്ട് വരച്ചിട്ടും ആ കുട്ടികൾ എന്താണ് അങ്ങനെ സംസാരിച്ചെന്നുള്ളൊരു ചിന്താഗതി രൂപപ്പെടും. അവിടെ കുട്ടിക്ക് അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇമോഷണലി അവൻ ഹാപ്പി ആയിരിക്കുമോ? ഇല്ല, ഇമോഷണലി വീക്കാവും. നേരെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്, നല്ല സ്കെൽറ്റ് ആയിട്ടൊരു കുട്ടി, വളരെ മെലിഞ്ഞൊരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാലും വളരെ തടിച്ചൊരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം അങ്ങനെ പെരുമാറുന്നത് ബോഡി ഷെയിം ചെയ്യാറുണ്ട് അല്ലെ. അവിടെ അവര് ബോഡി ഷെയിം ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ഹാപ്പി ആയിരിക്കും അല്ലെ, അവർക്ക് ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും പറഞ്ഞാലായിരിക്കും ഹാപ്പിനെസ് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മുടെ നൈബർഹുഡിലെ ആൾക്കാർ അങ്ങനെയാണ്. പക്ഷെ ആ കേൾക്കുന്ന കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണ്? ഇമോഷണൽ എങ്ങനെയായിരിക്കും അവര്? വളരെയധികം ബുദ്ധിമുട്ടല്ലേ. ചിലവര് സൂയിസൈഡ് പോയിന്റിലേക്ക് വരാനുള്ള ഒരു ചാൻസ് വരെ ഇതുപോലെ കളിയാക്കലിൽ എത്തിച്ചിട്ടുണ്ട് അല്ലെ. വികാരം ഇമോഷണലി അവർക്ക് എന്താണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരെ ഇതേപോലുള്ള ചില വാക്കുകളിലൂടെ വരെ കുട്ടികളിലേക്ക് സംഭവിക്കാറുണ്ട് അല്ലെ. ബോഡി ഷെയിമാണ് ഏറ്റവും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. തടിച്ച കുട്ടികളാണ്, എന്തൊരു തടിയാണ്, നീ വലിച്ചു വാരി ഭക്ഷണം കഴിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അതിപ്പോ ക്ലാസ്സിൽ പോകുന്ന സമയം അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്തായാലും ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയെങ്കിലും നമ്മളെ കാണും അല്ലെ. അപ്പൊ വെറുതെ ഒരു രസത്തിന് അവർക്കൊരു സുഖം കിട്ടാൻ വേണ്ടി അവരെങ്ങനെ പറയും. പക്ഷെ അതിലാകെ വീക്കായി പോകുന്നത് ആരാണ്? കുട്ടികളാണ്. അതൊന്നും അവര് ചിന്തിക്കുന്നില്ല. അപ്പൊ ഒരു കുട്ടിയുടെ വികാരത്തെ നൈബർഹുഡും എന്താണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഇമോഷൻ ബാലൻസിനെ അല്ലെങ്കിൽ ഇമോഷൻസിനെ നൈബർഹുഡും കമ്മ്യൂണിറ്റിയും എന്താണ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. ഈ പറഞ്ഞ എക്സാമ്പിളിലൂടെ കടന്നു പോയവരുണ്ടായിരിക്കാം നമ്മുടെ കൂട്ടത്തില് അല്ലെ? ഉണ്ട്. അഞ്ജു ആണോ? അഞ്ജു ടീച്ചർ ഇന്നലെ കൂടി തന്നെ ഞാൻ ശരിക്കും ഹൈപ്പർ തൈറോയിഡ് ഉള്ള ആളാണ്. ഇപ്പം നല്ല വണ്ണം ഉണ്ടായിരുന്നേ. ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം മക്കളൂടെ ഞാനും കൂടെ ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ടേ. അപ്പൊ ശരിക്കും പറഞ്ഞാല് വണ്ണം എനിക്ക് കുറയുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യും. ഞാൻ ഇടുന്ന ഡ്രസ്സിലായാലും ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ മക്കളെയും കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോ ഒരാൾ പറയാ, അയ്യോ വയറ് വെച്ചിരിക്കുകയല്ലോ. സത്യം പറഞ്ഞാൽ എന്റെ ആ കോൺഫിഡൻസ് അവിടെ തീർന്ന്, ഉണങ്ങി വന്നല്ലോ എന്നുള്ള കരുതിയത് അവിടെ തീരരുത്. ഇനിയിപ്പോ അഞ്ച് പഠിച്ചു കഴിഞ്ഞു, സൈക്കോളജിയിൽ ഒരു ഭാഗം പഠിച്ചു. ഇനിയിപ്പോ അങ്ങനെ കോൺഫിഡൻസ് പോകണ്ട. അതങ്ങനെ സ്വാധീനിക്കാൻ വേണ്ടി പറയുന്നത് അന്ന് മനസ്സിലായില്ല. ഇപ്പൊ കമ്മ്യൂണിറ്റി മെമ്പർ കൊണ്ടും കോൺഫിഡൻസ് പോകണ്ടേ. നമ്മൾ കഴിച്ചിട്ടാണ് ഈ വണ്ണം വന്നെങ്കിൽ ഞങ്ങൾ ഓക്കെ കുഴപ്പമില്ല പറയട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഈ ഒരു ഇതിൽ പ്രോബ്ലത്തിൽ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഒരുവിധം ഒതുങ്ങി വരുമ്പോഴത്തേക്ക് ഈ എല്ലാരും ഇല്ല, ചിലവർ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടേ. അവര് പറയും പണ്ടത്തെ അപേക്ഷിച്ച് നന്നായിട്ട് മാറ്റമുണ്ട് എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ അങ്ങ് തടുക്കുന്നവരും ഉണ്ട്. ശരിയാണ്. നമ്മളിപ്പോ ഇവിടെ കമ്മ്യൂണിറ്റി നൈബർഹുഡ് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും അതിൽ പറയുന്നില്ല കേട്ടോ. കുറച്ചുപേര് അങ്ങനെയുള്ളവരാണ്.
പക്ഷെ എല്ലാവരും നമ്മൾ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾക്കറിയാം, എനിക്കറിയാം അല്ലെ? അങ്ങനെ എല്ലാവരെയും പറയുന്നില്ല, നല്ലത് മാത്രം പറയുന്നവരുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ചിലര് എന്താണ് ഇതിൽ നമുക്ക് വിഷമാവുന്ന രീതിയിലായിരിക്കും അത്. ചിലപ്പോ ഒരു വാക്കിലോ നോട്ടത്തിലോ മതി, നോട്ടത്തിലോ നമുക്ക് എന്താണ് ഇമോഷണൽ വിഷമം തോന്നാം. ആള് നോക്കുന്നത് എന്നെ തന്നെയാണോ, അങ്ങനെ എന്റെ ഡ്രസ്സ് കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്റെ മുഖം ഇങ്ങനെ ഇരുന്നിട്ടായിരിക്കും, നമ്മുടെ സ്വയം നമ്മൾ ചിത്രീകരിക്കും അല്ലെ? നമ്മൾ അങ്ങനെ വിചാരിച്ചു കളയും. അപ്പൊ തന്നെ നമ്മൾ മാനസികമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, വീക്ക് ആവുന്നുണ്ട് അല്ലെ? ഓക്കെ, ചിലർ സംസാരിച്ചില്ലെങ്കിൽ പോലും നോക്കിയാൽ മതി അല്ലെ? നോക്കുമ്പോ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അയ്യോ അയാൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും, ആ ഒരു ചിന്താഗതി എല്ലാവരെയും ഉണ്ട് അല്ലെ? മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഇങ്ങനെ എല്ലാ ചിന്തഗതിയും വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ? അങ്ങനത്തെ ഒരു ചിന്താഗതി അതെ മാം, അങ്ങനെയാണ്. വിചാരിക്കണ്ട, അവരെന്തെങ്കിലും വിചാരിക്കട്ടെ, നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പോലെ. നമ്മൾ ഇങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്, നമ്മൾ ഇങ്ങനെ നിൽക്കുള്ളൂ, നമുക്ക് ഇത്രയും കഴിവുള്ളൂ. നമുക്ക് കുറെ ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്, ബാഡ് ക്വാളിറ്റീസ് ഉണ്ട്. എല്ലാവരും സന്തുഷ്ടമാണല്ലേ? ആർക്കും എന്താണ്, ആരിലും എന്താണ് വലിയ ആൾക്കാരൊന്നും അല്ല. എല്ലാവരുടെ ഓരോ ക്വാളിറ്റീസ് ഉണ്ട്, നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. ഓക്കെ, ആരും മോശക്കാരിയല്ല, ആരും നല്ലവരുമല്ല, എല്ലാവരും നെഗറ്റീവ്സ് ഒക്കെ ഉള്ളവരാണ്. അപ്പൊ മറ്റുള്ളവരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, അവരെ വിചാരിച്ച് അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ അല്ലെ? അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും, വിട്ടേക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഫാക്ടേഴ്സ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഏതൊക്കെയാണ്? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലിജൻസ്, ഫാമിലി, സോഷ്യൽ അറ്റ്മോസ്ഫിയർ, പിയർ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. ഈ പേരുകൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കിയില്ലെങ്കിലും സാരില്ല, പേരുകൾ, ഹെഡ് പോയിന്റ്സുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്നൊരു ക്വസ്റ്റ്യൻ വന്നാല് എന്താണ് ഹെഡ് പോയിന്റ്സുകൾ പഠിച്ചു വെക്കാം. ചിലപ്പോൾ ഇന്റലിജൻസ് മാത്രമായിരിക്കും കൊടുത്തിരിക്കുന്നത്, ബാക്കിയൊക്കെ വേറെ ഓപ്ഷൻസ് ആയിരിക്കുള്ളൂ. അപ്പൊ അതിൽ ഏതാ സെലക്ട് ചെയ്യേണ്ടത്? ആൻസർ ഏതാണ്? ഇന്റലിജൻസ് ആയിരിക്കും. Intelligence. യെസ്. നെക്സ്റ്റ്, റോൾ ഓഫ് ദ ടീച്ചർ. എന്താ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? എന്താണോ ആ ഇന്റലിജന്റ് എന്ന് പറഞ്ഞ വാക്കില്ലേ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് ഇന്റലിജന്റ് എന്ന് പറഞ്ഞു. ഇന്റലിജൻസ് എന്താണ്? ബുദ്ധി നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നതല്ലേ? ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? എനിക്കറിയില്ല അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. ഇന്റലിജൻസ് നമ്മുടെ ബുദ്ധിയാണ് കേട്ടോ. നമ്മളവിടെ പറഞ്ഞല്ലോ, ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ നേരിടുന്നത്, ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ നേരിടുന്നത്, ഒക്കെ നമ്മൾ പറഞ്ഞോയാ? വായിച്ചു നോക്കണം കേട്ടോ. റോൾ ഓഫ് ദ ടീച്ചർ. ഭാഗം എന്താണ്? ഇനി ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഒരു ടീച്ചർ, ഒരു കുട്ടിയുടെ ഇമോഷൻസ് ഒക്കെ അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചറിന്റെ റോൾ എന്തായിരിക്കാം? നമുക്ക് നോക്കാം. ഫിസിക്കൽ വീക്ക്നെസ്, ഡിഫോർമിറ്റീസ്, ഇൽനസ് എക്സെട്ര ഇഫ് എനി ഷുഡ് ബി. ഞാൻ വായിച്ചാൽ ശരിയാവില്ലല്ലോ, നിങ്ങൾ വായിച്ചേ. ലിൻസി ജക്സൺ. ലിൻസി. Yes, ma'am. വായിക്കോ. First point. Yes. First point. Physical weakness, deformities, illness, etc., if any, should be recognized at the time of school entrance, and medical aid should be made available for their children. Okay, very good. Yes. എന്താണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്? എന്താണ് ഫിസിക്കൽ വീക്ക്നെസ്? ഫിസിക്കൽ വീക്ക്നെസ് എന്താണ്? ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ശാരീരികമായിട്ടുള്ള തകരാറ്. അതായത് ഡിഫോർമിറ്റീസ് എന്ന് വെച്ചാൽ വൈകല്യങ്ങളാണ് കേട്ടോ. ഡിഫോർമിറ്റീസ് എന്ന് പറയുന്നത് വൈകല്യങ്ങൾ തന്നെയാണ്, അതായത് ഡിസബിലിറ്റി എന്നുള്ള ഒരു മീനിങ് തന്നെ. ഇൽനസ്, എന്തെങ്കിലും അസുഖങ്ങൾ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, ഫിസിക്കൽ വീക്ക്നെസ്, ഡിഫോർമിറ്റീസ് ആൻഡ് ഇൽനസ് എക്സെട്ര, ഇഫ് എനി should be recognized at the time of school entrance and medical aid should be made available for their children. അപ്പൊ അധ്യാപകരുടെ റോളിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ അധ്യാപകർ എന്താണ്? അതായത് ഒരു കുട്ടി കടന്നു വരുന്ന സ്കൂൾ ടൈമിൽ കടന്നു വരുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള, അതായത് ഫിസിക്കൽ വീക്ക്നെസ്സോ ഡിഫോർമിറ്റീസോ ഇൽനെസ്സോ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള തകരാറുകളോ വൈകല്യങ്ങളോ അസുഖങ്ങളോ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ടീച്ചർ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്?
മെഡിക്കൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യണം. should be made available for their children. അല്ലെ, ഉടനടി തന്നെ എന്താണ് വൈദ്യസഹായമായിരിക്കും ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ ഇൽനെസ്സോ കണ്ടെത്തി കഴിഞ്ഞാല്. ഓക്കെ, അതായത് ഒരു കുട്ടിയുടെ വികാരത്തെ അല്ലെങ്കിൽ ഇമോഷൻസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് അവന്റെ ഫിസിക്കലി വീക്ക് ആവുന്ന ആ ഒരു കണ്ടീഷൻ. ഫിസിക്കലി ആള് വീക്ക് ആവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഹാപ്പി ആയിട്ടായിരിക്കും കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്? ഇമോഷണലി വീക്ക് ആയിരിക്കും, ഇൻസ്റ്റേബിൾ ആയിരിക്കും. ഒരിക്കലും അവർക്ക് ഇമോഷൻസ് അവിടെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എത്രയും പെട്ടെന്ന് ടീച്ചർ അത് കണ്ടെത്തി കഴിഞ്ഞാൽ, റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ എന്താ ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് കുട്ടിക്ക് വേണ്ട വൈദ്യസഹായം ചെയ്യേണ്ടതാണ്. ഓക്കെ, അതാണ് ആദ്യത്തെ റോൾ എന്ന് പറയുന്നത്. ദെൻ എന്താണ് വൈദ്യസഹായം എന്ന് അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉദ്ദേശിക്കുന്നത് അസുഖമാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിൽ കാണിക്കാം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യമാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഫിസിക്കലി വീക്ക്നെസ് ഒക്കെയാണ് എന്താ ചെയ്യുന്നത്? ഫിസിക്കലി ആയിട്ടുള്ള തകരാറുകളാണെങ്കിൽ ടീച്ചർ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? മറ്റു കുട്ടികളുമായി ഹോസ്പിറ്റലിൽ അതിൻ്റെതായിട്ടുള്ള ഫെസിലിറ്റീസ് കുട്ടികൾ അവൈലബിൾ ആക്കണം അല്ലെ. ഫിസിക്കൽ വീക്ക്നെസ് മാറുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഇപ്പൊ മെന്റലി പ്രോബ്ലംസ് ആണ് കാണിക്കുന്നെങ്കിൽ എന്താണ് കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ചികിത്സ കൊടുക്കണം. സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് വരെ കുട്ടികൾക്ക് കൊടുക്കണം. നിർദ്ദേശിക്കേണ്ടതും അധ്യാപകർ തന്നെയാണ്. കുട്ടികളെ കൃത്യമായിട്ട് അവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്ന് ആദ്യം നിങ്ങൾക്കായിരിക്കും മനസ്സിലാവും അല്ലെ. നമ്മൾ അധ്യാപകർക്കാർക്കും ആദ്യം തിരിച്ചറിയാൻ സാധിക്കുന്നത്. എങ്ങനെയൊക്കെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും? ചിലപ്പോൾ അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അല്ലെ, ശരീരം എങ്ങനെ ഇരിക്കുന്നു. ചിലപ്പോൾ വലിയ ശരീരമായിരിക്കാമെങ്കിൽ ചിലപ്പോൾ തല വലുതായിരിക്കാം, തല ചെറുതായിരിക്കാം. അങ്ങനെയുള്ള വീക്ക്നെസ് ഡിസബിലിറ്റീസ് കാണാറുണ്ട്. പിന്നെ ഐ കറക്ഷൻസ് കറക്റ്റ് ആയിരിക്കില്ല അല്ലെ. കൃത്യമായിട്ട് കണ്ണുകള് ചിലപ്പോ രണ്ടും കോങ്കണ്ടെന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതേപോലെ തന്നെ കുട്ടി നോക്കുന്നത് ചിലപ്പോൾ ഒരേ ദിശയിലോട്ട് തന്നെ ആയിരിക്കും. ചിലപ്പോ എന്താണ് ഈ വന്ന കുട്ടികളായിട്ടുള്ള കുട്ടികളുണ്ട്, അവരുടെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരേ ദിശയിലായിട്ടായിരിക്കും കുട്ടികൾ നോക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുറകെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുട്ടി, അതൊക്കെ സിംറ്റംസ് ആണ്. ഈ ഒരു രോഗത്തിലേക്കാണ് കുട്ടി എത്തിച്ചേരുന്ന സിംറ്റംസ് ആണ്. പുറകിൽ നിന്ന് ടീച്ചർ വിളിക്കുന്ന സമയത്ത് കുട്ടി കേൾക്കുന്നില്ല. കുട്ടിക്ക് ചെവിക്ക് പ്രോബ്ലം ഉണ്ടായിട്ടൊന്നുമല്ല. അതെന്താ കാരണം? മെന്റലി പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞ് കേൾക്കാത്തത്. അതൊക്കെ ഒരു സിംറ്റംസ് ആണ്. അത് ആദ്യ സമയങ്ങളില് പാരന്റ്സിന് അറിയായിരിക്കും, എങ്കിലും അങ്ങനത്തെ ഒരു സിംറ്റം തുടങ്ങുമ്പോൾ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ നമ്മുടെ അധ്യാപകരായിരിക്കും അതൊക്കെ നോട്ടീസ് ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പൊ നിങ്ങൾ അങ്ങനെ പോകുന്ന സമയത്ത് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പഠിപ്പിക്കുക മാത്രം എന്നുള്ള ഒരു ഉത്തരവാദിത്തമല്ല, നമ്മുടെ കൂടുതൽ അവർക്ക് അവരുടെ ആ ഒരു നമ്മളുള്ള ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂർ ആണെങ്കിൽ കൂടി എന്താണ് ഫുൾ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? നമ്മുടെയാണ്. അവരെല്ലാ കാര്യത്തിലും പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ മൊത്തം നമ്മുടെ കൺട്രോളിലായിരിക്കണം. അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ ക്ലാസ് റൂം മാനേജ്മെന്റും സ്കൂൾ മാനേജ്മെന്റ് ഒക്കെ അടുത്ത പാർട്ടിലൊക്കെ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. അങ്ങനെയാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് എന്നാലുള്ള വായിച്ചേ. അഖില വി. അഖില ഞാൻ വായിക്കാം. അമൃതാനീഷ്. Teacher should try to find active cooperation of the parents in making the atmosphere of the home suitable for active emotional development. ഓക്കെ, അമൃതക്ക് ആ പോയിന്റ് മനസ്സിലായോ? ഇപ്പൊ വായിച്ച പോയിന്റ് ഒന്ന് നോക്കിയതൊന്ന്. പാരന്റ്സിനെ കോപ്പറേറ്റ് പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ. പാരന്റ്സ് ട്രൈ ചെയ്യാൻ വേണ്ടി ആക്റ്റീവ് ട്രൈ ചെയ്യണമെന്നാണ് പറയുന്നത്. ആക്റ്റീവ് കോപ്പറേഷൻ ആരോട്? ആക്റ്റീവ് കോപ്പറേഷൻ എന്നാൽ നല്ലൊരു സഹകരണ മനോഭാവം ആരോട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പാരന്റ്സ് ആയിട്ട് അല്ലേ? യെസ്, വെരി ഗുഡ്. അങ്ങനെ നിങ്ങൾ പോയിന്റ് കാണുമ്പോൾ തന്നെ ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കണോട്ടോ, അത് മനസ്സിലാക്കാനായിട്ട്. Okay, teachers should try to find active cooperation of the parents in making the atmosphere of the home suitable for active emotional development. അപ്പോ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ പാരന്റ്സ് ആയിട്ട് അല്ലെ, ഒരു കുട്ടിയുടെ ക്ലാസ്സിൽ ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികളുടെ പാരന്റ്സ് ആയിട്ട് എന്താണ് നല്ല കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. എല്ലാ പാരന്റ്സിനും അല്ലെങ്കിൽ എല്ലാ കുട്ടികളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ടീച്ചർ എന്തായാലും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അത് പ്രത്യേകം ക്ലാസ് ടീച്ചറിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പൊ പാരന്റ്സ് ആയിട്ട് നല്ലൊരു സഹകരണ മനോഭാവത്തോടു കൂടി ആയിരിക്കണം ടീച്ചേഴ്സ് പ്രവർത്തിക്കേണ്ടത്. അതിൽ നിന്ന് നമുക്ക് എന്തറിയാൻ സാധിക്കും? അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് making the atmosphere of the home suitable for active emotional development.
അതായത് മാതാപിതാക്കളുമായിട്ട് അധ്യാപകർ എന്താണ് സഹകരിച്ചിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. അത് എന്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണകരമാവുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത്? നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നു. അതായത് ഹോം സൂട്ടബിൾ ഫോർ ആക്റ്റീവ് ഇമോഷൻ ഡെവലപ്മെന്റ്. അതായത് പാരന്റ്സ് ആയിട്ട് ഇടപെടുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അവൻ എത്രത്തോളം ഇമോഷണലി അവന്റെ പാരന്റ്സ് എങ്ങനെയാണ്, ഹാപ്പി ആണോ, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വെൽ ഫാമിലി ആണോ ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? പാരന്റ്സ് ആയിട്ട് ഇടപെടുമ്പോൾ മാത്രമാണ് അല്ലെ. കുട്ടികളിൽ നിന്ന് നമുക്ക് ചോദിച്ചാൽ ഒന്നും കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല അല്ലെ. പക്ഷെ എന്താണ് പാരന്റ്സ് ആയിട്ടൊരു നല്ലൊരു സഹകരണ മനോഭാവം ഉണ്ടെങ്കിൽ എന്താണ് അത് വളരെയധികം ആ കുട്ടിയെ അതുപോലെ തന്നെ എന്താണ് കുട്ടിയും അതേപോലെ തന്നെ ടീച്ചറിനും അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ നിങ്ങളിപ്പോ എവിടെ പഠിപ്പിക്കുന്നോ ആ കുട്ടികളുടെ പാരന്റ്സ് ആയിട്ടൊരു നമുക്ക് എന്താണ് ഒരു കോൺടാക്ട് ഉണ്ടായിരിക്കണം. ആ കുട്ടി എവിടെ നിന്ന് വരുന്നു, എന്താണ് അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറ്റിയത് നമുക്കൊരു ചെറിയൊരു അവയർനെസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ. അപ്പൊ എനിക്ക് മോശമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുട്ടിയാണെങ്കിൽ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ കുട്ടിയുടെ ഇമോഷൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതിന് ചിലപ്പോൾ വീട്ടിൽ ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളില്ലാത്തതായിരിക്കാം, അല്ലെ മരിച്ചു പോയതോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഒക്കെ വരികയാണെങ്കിൽ ടീച്ചറിന് അറിയാൻ പറ്റും ആ കുട്ടി ഈ ഒരു സാഹചര്യത്തിലാണ് വരുന്നത്. അപ്പൊ അവനെ ഏതൊക്കെ രീതിയിൽ നമ്മൾ കെയർ ചെയ്യണമെന്നൊക്കെ ഒരു കറക്റ്റ് ആയിട്ടൊരു കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ അവന്റെ വികാരങ്ങൾ ഏറ്റവും സാഡ്നെസ് ആയിട്ടുള്ള ഒരു ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പൊ അത്രയും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുട്ടികൾക്ക് എന്താണ് വളരെയധികം മോശമായിട്ടുള്ള അല്ലെങ്കിൽ വീക്ക് ആയിരിക്കുള്ള കുട്ടികൾ. അപ്പൊ അവരെ പ്രൊമോട്ട് ചെയ്യുക, അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ടീച്ചറിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് പാരന്റ്സ് ആയിട്ടൊരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയോ നിങ്ങള്? പെട്ടെന്ന് ഓഫ് ആയ പോലെ. ഏതൊരു ക്ലാസ്സിൽ കയറിയപ്പോ ആള് കുറെ നേരം സംസാരിച്ച ആളെ കാണാനില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് അങ്ങനെ കാര്യം നോക്കുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അടുക്കളയിലൊക്കെ ഭയങ്കര ശബ്ദം, പാത്രം കഴുകുന്നു, ചോറ് വീഴുന്നു, ഭയങ്കര ശബ്ദം. അപ്പൊ പിന്നെ എങ്ങനെയോ ആളുടെ ക്യാമറ ഓണായി. ക്യാമറ ഓണായപ്പോ ആള് നല്ല പണിയിലാണ് അവിടെ. അതിന്റെ ഇടയിൽ ക്ലാസ് വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു അതൊന്നും കണക്റ്റഡ് ആയിട്ടില്ല. ആള് നല്ല പണിയില്ല. കുറച്ചറിഞ്ഞേക്ക് വന്നിട്ടാ സോറി മിസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഓഫ് ചെയ്യാനൊന്ന് മറന്നു അയാള്. അതിന്റെ പാലാട്ടെ പാലൊക്കെ തിളച്ചു പോയി. നിങ്ങൾ ദൈവത്തെ ഓർത്ത് പണിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് കയറിയാൽ മതി ക്ലാസ്സിൽ. അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് എന്ത് ചെയ്യാതിരിക്കും. ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ സൗകര്യം അനുസരിച്ചാണ്. എങ്കിലും ചിലപ്പോ നമ്മളെ ശ്രദ്ധ മൂലം എന്തെങ്കിലുമൊക്കെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടാ. അപ്പൊ ആള് കിടന്ന് ഓട്ട് വരുന്നല്ല, പേരാണ് ഓട്ട്. ക്ലാസ്സിൽ ആക്റ്റീവായിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഓർത്തെന്ന് തോന്നുന്നു. അപ്പൊ ആളെ കരിഞ്ഞ വളരെ നേരത്തെ പറഞ്ഞാല് പിന്നെ അതിനെ ആൾ കാണാനുണ്ടായില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒന്നും ചെയ്യരുതായിരുന്നു. ഇപ്പൊ എവിടെയാ ഇരിക്കുന്നത് നിങ്ങള്? റൂമിൽ തന്നെയാണ് മാം. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി എവിടെ ഇരുന്നാലും. തേർഡ് പോയിന്റ് എന്താണ്? ഗ്രൂപ്പിലാണ്. ഓക്കെ, കുഴപ്പമില്ല. The interpersonal relationship in the school should be such that should provide emotional security and a sense of belongingness to children. Interpersonal relationship in the school. സ്കൂളിൽ interpersonal relationship എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളുമായിട്ട് ടീച്ചറിന്റെ അടുത്ത് സ്കൂളിലെ വ്യക്തിബന്ധങ്ങൾ അല്ലെ. സ്കൂളിൽ എന്താണ് അവർക്ക് പലതരത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ ഉണ്ടല്ലോ. കൂട്ടുകാരുണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവാം അല്ലെ. അവരായിട്ട് എന്തായിരിക്കും ഒരു നല്ലൊരു ഇമോഷണലി എന്തായിരിക്കും ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കുള്ള കുട്ടികൾ. ടീച്ചർ നല്ല ടീച്ചറാണ്, വളരെ ഇഷ്ടമുള്ള ടീച്ചറാണെങ്കിൽ ടീച്ചറിന്റെ ആള് അവരെങ്ങനെയായിരിക്കും ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അത് ആ കുട്ടികളുടെ ഇമോഷൻസിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ടോ? സ്കൂളിൽ അന്തരീക്ഷം എന്ന് പറയുന്നത് ടീച്ചേഴ്സ് വളരെയധികം കെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. അല്ലെങ്കിൽ കൂട്ടുകാരെ വളരെയധികം
സ്നേഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് സ്കൂളിൽ എന്തെങ്കിലും, സ്കൂൾ അന്തരീക്ഷം അങ്ങനെയാണെങ്കിൽ എന്താണ് കുട്ടികളിൽ എന്തായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? നല്ലൊരു ഇമോഷണൽ സെക്യൂരിറ്റി കുട്ടികളിൽ രൂപപ്പെടുന്നു അല്ലെ. അവർ സേഫ് ആണെന്നുള്ള ഒരു മനോഭാവം അല്ലെ. വൈകാരികമായിട്ട് അവര് ഓക്കെ ആണ്, എല്ലാം കൊണ്ടും തന്റെ ചുറ്റിൽ എല്ലാവരും ഉണ്ട്, തന്നെ സ്നേഹിക്കപ്പെടുന്ന എല്ലാവരും ഉണ്ടെന്നുള്ള ഒരു തോന്നൽ കുട്ടികളിൽ രൂപപ്പെടുന്നു. പ്രത്യേകിച്ച് അധ്യാപകരാണ് അത് ആ ഒരു തോന്നൽ കുട്ടികളിലേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന്റെ വീട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ അവർക്ക് എങ്ങനെയായിരിക്കണം, വളരെയധികം കെയർ നൽകേണ്ടത് ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പം ആ ഒരു റിലേഷൻഷിപ്സ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കൂളിലെ വ്യക്തിബന്ധങ്ങൾ കുട്ടികളുടെ വികാരത്തെ അല്ലെങ്കിൽ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അധ്യാപകർക്കാണത് ആ ഒരു സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ എന്താണ് സാധിക്കുന്നത്. അപ്പൊ അത് അധ്യാപകന്റെ ഒരു റോള് തന്നെയാണ്. കുട്ടികളെ എങ്ങനെയുള്ള ഒരു ഇമോഷൻസിലേക്ക് കൊണ്ടുവരാ, ഇമോഷണൽ സെക്യൂരിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത് ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്താണ്? പ്രൊവൈഡ് diversified co-curricular activities for the full expression and outlet of pent-up emotional energies. ഒന്നുകൂടി ഇത് വായിച്ചു നോക്കി. Provide diversified co-curricular activities for the full expression and outlet of pent-up emotional energies. Diversified co-curricular activities എന്ന് പറഞ്ഞാൽ എന്താണ്? വൈവിധ്യമാർന്ന കലാപരിപാടി പാഠ്യപദ്ധതികൾ അല്ലെ, വൈവിധ്യമാർന്ന ആക്ടിവിറ്റീസുകൾ എന്ത് കൊടുക്കണം? കുട്ടികൾക്ക് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ എല്ലാ എക്സ്പ്രഷൻസും പുറത്തു വരാനായിട്ട് അല്ലെ. അവർക്ക് എല്ലാ എക്സ്പ്രഷൻസും ഇവിടെ പറയുന്നത് എന്താണ്? പെൻറ്റപ്പ് ഇമോഷണൽ എനർജീസ്. പെൻറ്റപ്പ് ഇമോഷണൽ എനർജീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറെ ഇമോഷൻസ് ഉണ്ടായിരിക്കും അല്ലെ, എനർജീസ് ഉണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ ഭയം കൊണ്ടോ അല്ലെങ്കിൽ പേടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ ഷെയിം കൊണ്ടൊക്കെ, നാണക്കേടൊക്കെ കൊണ്ടൊക്കെ ചിലപ്പോൾ ചില കഴിവുകൾ പുറത്തു കാണിക്കാത്ത കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. പേടിയാണ്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. ചിലപ്പോൾ നന്നായിട്ട് പാടാൻ അറിയാതിരിക്കാൻ കുഞ്ഞിനെ, പക്ഷെ ടീച്ചർ കളിയാക്കോ അല്ലെങ്കിൽ കുട്ടികൾ കളിയാക്കോ അല്ലെങ്കിൽ ടീച്ചർ എന്നെ വഴക്ക് പറയുമോ എന്നുള്ളൊരു തോന്നല്, പാടുമ്പോ തെറ്റിപ്പോവും. അങ്ങനെ ആ ഉള്ളിലുണ്ടാവും, ഉള്ളിൽ ഒരുപാട് കഴിവും എനർജീസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ പുറത്തു വരാതെ എന്താണ് അതിങ്ങനെ ഉള്ളിൽ ഒതുക്കിപ്പിടിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്? വൈവിധ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെ, കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ കുട്ടികൾ അങ്ങനെ മുറങ്ങിക്കിടക്കുന്ന ഒരുപാട് എനർജീസിനെ അല്ലെങ്കിൽ എന്താണ് പുറത്തു കൊണ്ടുവരിക്കേണ്ടത് ആരാണ്? അധ്യാപകരുടെ ചുമതലയാണ് അല്ലെ. അപ്പൊ മനസ്സിലാക്കണം കുട്ടികൾക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെന്ന് നല്ലൊരു അധ്യാപകൻ എന്തായാലും ആ കുട്ടിയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന പെൻറ്റപ്പ് ഇമോഷണൽ എനർജീസിനെ പുറത്തു കൊണ്ടുവരാൻ എല്ലാ എക്സ്പ്രഷൻസിനോടുകൂടി പുറത്തു കൊണ്ടുവരുന്ന ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കണം കുട്ടികൾക്ക് നമ്മളത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് നല്ല ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണവരോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്താണെങ്കിലും ആക്ഷൻ സോങ്സ് ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ നല്ല രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരെ കൊണ്ട് മിണ്ടാതിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും നമ്മുടെ ക്ലാസ്സിൽ അല്ലെ. ചിലപ്പോ ഇതുപോലെ തന്നെ പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ പറയാനുള്ള ഒരു ശമ്പലമുണ്ടോ, അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ളവരെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാം. അങ്ങനെയുള്ളവരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവരെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. പൂർണ്ണമായിട്ടുള്ള ഹെൽപ്പ് നിങ്ങൾ ആദ്യം കൊടുക്കണം. പിന്നീട് അവരത് എന്താണ് പിന്നെ നിങ്ങളുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ കയറി കൊടുക്കുക. ആദ്യം ഒരു കൈത്താങ് കൊടുക്കുക, ഒരു സ്കഫോൾഡിങ് കൊടുക്കുക. പിന്നീട് കുട്ടികൾ അതിൽ എന്താണ് അവർ പിടിച്ച് കയറിപ്പോ. അപ്പൊ അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, പുറത്തെടുക്കാനായിട്ട് April 9 മോണ്ടിസോറി ടീച്ചേഴ്സിന് കഴിയണം. നിങ്ങൾ നല്ല ടീച്ചേഴ്സ് ആണ്, നല്ല ഇന്ററാക്റ്റീവ് ആണ്, നിങ്ങൾ നല്ല സോഷ്യബിൾ ആണ്. കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കുന്നു, അവര് വന്നോളും, പതിയെ വന്നോളും. ഓക്കെ, ദെൻ ഫിഫ്ത് പോയിന്റ് എന്താണ്? അഡോപ്റ്റ് ഡൈനാമിക് പ്രോഗ്രസീവ് child-centered methods of teaching. Adopt dynamic, progressive, child-centered methods of teaching. Teachers ഏതരത്തിലുള്ള മെത്തേഡ്സ് ആണ് ക്ലാസ് റൂമിൽ ഉപയോഗിക്കേണ്ടത്? ഡൈനാമിക് ആൻഡ് പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക്, പ്രോഗ്രസീവ്, ചൈൽഡ് സെന്റർഡ് മെത്തേഡ്. എന്താണ് ഡൈനാമിക്?
ചലനാത്മകവും പുരോഗമനാത്മകവുമായിട്ടുള്ള അല്ലെ. ഡൈനാമിക് എന്ന് വെച്ചാൽ നമ്മൾ ചലനാത്മകം, നല്ല നല്ല ആക്ടിവിറ്റീസ് കൊടുക്കുക, നല്ല മെത്തേഡ്സ് ഉപയോഗിക്കുക. പ്രോഗ്രസീവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പ്രോഗ്രസീവ് പുരോഗമനം. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ, അതായത് ചൈൽഡ് സെന്റേഡ് മെത്തേഡ്സ്. അവിടെ ആരായിരിക്കും കേന്ദ്രീകൃതം? ചൈൽഡ് ആയിരിക്കും, കുട്ടി കേന്ദ്രീകൃതമായിട്ടുള്ള പഠന മെത്തേഡ്സ് അല്ലെ, പഠന രീതികൾ അതായിരിക്കണം ടീച്ചേഴ്സുകൾ അഡോപ്റ്റ് ചെയ്യുന്നത്. കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നിങ്ങളൊരു ഫെസിലിറ്റേറ്റർ മാത്രമായിരിക്കണം അവിടെ. ചൈൽഡ് സെന്റേർഡ് ആയിട്ടുള്ള മെത്തേഡ്സുകളായിരിക്കണം അവിടെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ആക്ടിവിറ്റീസുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് പറയിപ്പിക്കുക. ഫുൾ കൺട്രോൾഡ് കുട്ടികളുടേതായിരിക്കണം. ഫുൾ പെർഫോമൻസും ആരായിരിക്കണം ചെയ്യേണ്ടത്? കുട്ടികളായിരിക്കണം. ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായിട്ടായിരിക്കണം നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാകുന്നത്. ഓക്കെ, പോയിന്റ് പറയണേ. The children should get desired love and sympathy from the teachers. കുട്ടികൾ എന്താണ് അധ്യാപകരിൽ നിന്നും ആഗ്രഹിക്കുന്നത്? സ്നേഹവും പരിഗണനയായിരിക്കും കുട്ടികൾ ആഗ്രഹിക്കുന്നത് അല്ലെ. ഏറ്റവും എല്ലാ കുട്ടികളുടെ ആഗ്രഹം തന്നെയാണ്. നമ്മൾ വിചാരിക്കും പിന്നെ ഒരു സ്നേഹമൊന്നുമില്ല, നമ്മൾ എത്ര കാണിച്ചിട്ടും അങ്ങനെ ഒന്നും പറയാറില്ലേ? അങ്ങനെ പറയരുത്. കുട്ടികൾ ആഗ്രഹിക്കുന്നില്ല, ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ മോസ്റ്റ് ഓഫ് കുട്ടികൾ എന്താണ്, എല്ലാ കുട്ടികളുടെ ആഗ്രഹം ടീച്ചേഴ്സിൽ നിന്ന് ഒരു ലവ് ആൻഡ് സിമ്പതി ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അത് ടീച്ചറുടെ റോള് തന്നെയാണ്. അതേ രീതിയിൽ തന്നെ കുട്ടികളോട് ഷെയർ ചെയ്യാന്നുള്ളത്. 6th പോയിന്റ് വരെ എടുക്കുന്നുള്ളൂ. ഓക്കെ, 6 പോയിന്റ് വരെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിരുന്നോ? അതിലെ ഫാമിലിയും സോഷ്യൽ അറ്റ്മോസ്ഫിയറും നമ്മളോട് മനസ്സിലാക്കി എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലപോലെ മനസ്സിലാക്കി അതിന്റെ അർത്ഥം എഴുതാനായിട്ട്. അത് മിസ് ക്ലാസ് എടുത്തല്ലേ? അതെടുത്തു. പക്ഷെ അത് നമ്മളോട് തന്നെ എന്താണ് അതിന്റെ ഉള്ളടക്കം എന്നുള്ളത് അവതരിപ്പിച്ചില്ല അല്ലെ? അതെ, ഇല്ല, കുഴപ്പമില്ല. കുറച്ചും കൂടി പോയിന്റ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആക്ടിവിറ്റി തരാൻ പറ്റുന്നതാണ്. അവർക്ക് തരുന്നില്ല. വേറെ ടീച്ചേഴ്സ് എല്ലാവരും എല്ലാ ദിവസവും ആക്ടിവിറ്റി തരുന്നുണ്ടോ ക്ലാസ് ഉള്ള ദിവസങ്ങളില്? എന്താണ് ഒരാൾ പറഞ്ഞേ? ഒന്നും കേട്ടില്ല, ഒരാള് പറയേ. അശ്വതി മാമിന്റെ ദിശ മാമിന്റെ അസൈൻമെന്റ് ഇപ്പൊ തന്നിട്ടുണ്ട്. അസൈൻമെന്റോ? ഓക്കെ. ടീച്ചർ ചോദിച്ചത് ഡെയിലി ടീച്ചേഴ്സ് ആക്ടിവിറ്റി തരാറുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, എന്നിട്ട് ചെയ്തോ നിങ്ങൾ അസൈൻമെന്റ്? ചെയ്തു. എന്തായിരുന്നു ടോപ്പിക്? ദിശ മാം 5 അസൈൻമെന്റ് തന്നു മാം. റെക്കോർഡ്സ് അതൊക്കെ കാര്യങ്ങളൊക്കെ ടീച്ചറായിരിക്കും പറയുന്നത് കേട്ടോ. ഷംസ് ഇതൊക്കെ പറയും. റെക്കോർഡ്സ് ഒക്കെ തുടങ്ങിയോ നിങ്ങള്? ഇല്ല, റെക്കോർഡ്സ് മുമ്പായിട്ട് എന്തെങ്കിലും കറക്റ്റ് ഇൻഫർമേഷൻസ് ടീച്ചർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് ഡിലേ ഒന്നും വരുത്താതെ സമയമൊക്കെ കണ്ടെത്തി റെക്കോർഡ്സുകളൊക്കെ എഴുതാൻ നോക്കും. നിങ്ങൾക്ക് ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഏത് സമയമാണ് നിങ്ങൾ ശരിക്കും ഫ്രീ ആയിരിക്കുന്ന ഒരു ടൈം? വൈകിട്ടാണോ രാത്രിയാണോ? രാത്രിയാണല്ലേ? ഉച്ചയ്ക്കും രാത്രി. ഉച്ചയ്ക്കും രാത്രി. പകല് ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പോയ രാവിലെ പറ്റുള്ളൂ, വൈകിട്ട് പറ്റില്ല. വൈകിട്ട് മക്കൾ സ്കൂളിൽ നിന്നൊന്നും പറ്റൂല മാം. രാവിലെ ഈ സമയമാണ് ഫ്രീ. രാവിലെ ഈ ഒരു 8 മാസം നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് രാവിലത്തെ പണികളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു ഡിസിപ്ലിൻ രൂപപ്പെടും. പണികളൊക്കെ കറക്റ്റ് ആയിട്ട് പോകും.
അതൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്താൽ മതി. അപ്പൊ എല്ലാ കാര്യങ്ങളും സൂട്ടായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് എഴുതാനും കുട്ടികൾ നോക്കാനൊക്കെ എല്ലാ സമയമുണ്ട്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ Okay, ma'am. താങ്ക് യു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനേ ക്ലാസ് ലേറ്റ് ആയിട്ടാ കയറിയത്, ഒരു 2-3 മിനിറ്റ് ലേറ്റ് ആയിട്ടാ കയറിയത്. അപ്പൊ ഏതോ വീഡിയോന്റെ കാര്യം പറഞ്ഞില്ലേ, അതെനിക്ക് എന്താന്ന് മനസ്സിലായില്ല, അതൊന്ന് പറയാമോ? നമ്മുടെ ഗ്രാജുവേഷൻ സെറമണിയുടെ വീഡിയോസ് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ? ഈ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലാണോ? മോണ്ടിസോറിയുടെ അല്ല, നമ്മുടെ ഇവിടുത്തെ ഡിപ്ലോമ കോഴ്സിന്റെ ഗ്രാജുവേഷൻ സെറമണിയുടെ കാര്യം നമ്മൾ പറഞ്ഞ വീഡിയോയില്. അതിന്റെ ഇല്ല, ഞാൻ കണ്ടില്ല. അത് ഈ ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ആപ്ലിക്കേഷനിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, നമ്മുടെ ഇതിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞേ. നമ്മുടെ കണ്ടോ എന്നതാണ് ചോദിച്ചത് ഇവരോട്, നിങ്ങളോട്. ഗ്രൂപ്പിൽ സംസാരിച്ചുള്ളൂ, വേറെ ഒന്നും സംസാരിച്ചോ. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? എന്താണ്? എല്ലാരും പാസ് ഔട്ട് ആയോ? പിന്നെ എല്ലാവരും പാസ് ഔട്ട് ആയില്ലേ? ബെസ്റ്റ് പെർഫോമേഴ്സ് ഉണ്ടായിരുന്നു, ടോപ്പേഴ്സ് ഉണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ നല്ല പെർസെന്റേജ് മാർക്ക് കിട്ടിയ കുട്ടികൾ ഉണ്ടായിരുന്നു. നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു. ഓൺലൈനിലായിട്ടാണോ മിസ് ചെയ്ത് ക്ലാസ് നടന്നുകൊണ്ടിരുന്ന മറ്റേതിന്റെ? അതും ഓൺലൈനാണ്. ടീച്ചറും പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ 8ാമത്തെ ബാച്ചിന്റെ ടീച്ചേഴ്സ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ 8th ബാച്ച് ഉണ്ട്. അവിടെ ടീച്ചേഴ്സ് ആണ്, അവിടെയും പഠിപ്പിക്കുന്നുണ്ട്, ഇവിടെയും പഠിപ്പിക്കുന്നുണ്ട്. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ മിസ്സേ? അതല്ല, അങ്ങനെ തീരെ എന്നുവെച്ചാ എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ 10 കഴിഞ്ഞ +2ന്റെ ഇതിലൊന്നും സ്കൂളിലൊന്നും പോയിട്ടില്ല, നമ്മൾ NOC അങ്ങനെ ഇത്തിരി ബാക്കിലേക്ക് നിൽക്കണ കുട്ടികളൊക്കെ ജയിച്ചിട്ടുണ്ടോ? പിന്നെ എന്താണ് സിന്ധി ഇങ്ങനെ ചോദിക്കുന്നത്? അങ്ങനെ നോക്കില്ല, പറയുന്ന കാര്യങ്ങൾ പഠിക്കുക, ക്വസ്റ്റ്യൻസ് തന്നതൊക്കെ ഒന്ന് പഠിച്ചു പോയാൽ മതി. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി കണ്ടല്ലേ എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ വരുന്നത് എക്സാമിന്. പിന്നെ നിങ്ങൾക്ക് തരുന്ന വർക്കുകൾ, റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ അതിനൊക്കെ മാർക്ക് ഉണ്ട്. ഓക്കെ, അതൊക്കെ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് പരസ്പരം നിങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സഹകരിച്ച് ചെയ്യാം. അറിയാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഞങ്ങളെ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്നതാണെങ്കിൽ ചോദിച്ചാൽ മതി, ഞങ്ങൾ പറഞ്ഞു തരാം. അതല്ല മിസ്സേ, അസൈൻമെന്റ് ഒക്കെ എഴുതുമ്പോ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് അവരാരെ എഴുതി ഉണ്ടാക്കണതല്ലേ. അപ്പൊ അത് കാരണം നമുക്ക് അങ്ങനെ വിദ്യാഭ്യാസം ഉള്ളവർക്ക് കറക്റ്റ് ആയിട്ട് വേഗം എഴുതാനും സിമിക്ക് പറ്റാവുന്ന രീതിയിൽ സിമി എഴുതിയാൽ മതി. സിമി അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കും, ആരെങ്കിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടാവുള്ളൂ ചെയ്യാനായിട്ട് കേട്ടാ. ഒറ്റയ്ക്കല്ല, ഒറ്റക്കാണ്. ഇപ്പൊ കുട്ടികളുണ്ടെന്നല്ലേ പറഞ്ഞത്, വലിയ കുട്ടികളല്ലേ, അവരുടെ ഹെൽപ്പ് ഒന്ന് ചോദിക്കാം. ഇതിന്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, എന്താണെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. തനിയെ ചെയ്യണം. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ചോദിക്കാൻ മതി. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ബാക്കി ഫ്രണ്ട്സ് ഇല്ലേ, അവരോടൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഇതിൽ നമ്മുടെ കൂട്ടത്തിൽ അറിയാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, അറിയുന്നവര് കേട്ടോ. Okay, ma'am. ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇന്ന ആക്ടിവിറ്റി ഡേറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് എന്താ ചെയ്യാൻ പോണെന്നൊരു നിങ്ങൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരിക്കണം. എന്നിട്ട് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. കോപ്പി അടിക്കുന്നല്ല പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇപ്പൊ ഒന്നും അറിയാത്തവരുണ്ടായിരിക്കാം. അപ്പൊ അവർക്ക് അത് വളരെ ഹെൽപ്പ് ഉള്ളതായിരിക്കും. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പൊ മാം പറഞ്ഞില്ലേ ഈ റെക്കോർഡ് വർക്കിന്റെ ഒക്കെ കാര്യം, അപ്പൊ അതിനൊക്കെ നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ മാർക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യണം. നമ്മളിപ്പോ ചെയ്യുന്ന വർക്കിന്റെ കൂടെ തന്നെ അവരുടെ മാർക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ലാസ്റ്റ് ഒരു പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട് നമുക്ക്. നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ കൊണ്ടുവരേണ്ട ഒരു ദിവസം വരും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ അന്നാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അതൊക്കെ പറഞ്ഞു തന്നിട്ടേ റെക്കോർഡൊക്കെ എഴുതിപ്പിക്കുള്ളൂ കേട്ടോ. നിങ്ങൾ അതൊന്നും നമുക്ക് പേടിക്കണ്ട. ഓക്കെ, സൈൻ ഔട്ട് ആരാണ്? മാം ഞാനാണ്, സുരമ്യാണ്. Thank you for a wonderful class. May the knowledge and the memories we shared today stay with us. The way you explain everything and motivate me really helped me improve my guards. You really helped me
improve my skills and achieve my goals. Especially this topic, factors that influence emotional developments and the role of the teacher. It was very understandable. Anyway, thank you, Adra ma'am. Thank you, friends. Okay, thank you. Bye. Thank you, ma'am. Ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.